ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. അതൊരു ഫുഡ് ചലഞ്ച് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതൊരു ഫുഡ് ചലഞ്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ട മാതിരി 3 പ്ലേറ്റിലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ബ്രെഡ് ബജിയാണ്. അതെ, ഈ 2 ബ്രെഡ് ബജി വെച്ചിട്ട് 3 പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും വേഗത്തിൽ കഴിക്കുന്നവർക്ക് ഒരു നല്ല സമ്മാനവും തോറ്റവർക്ക് നല്ലൊരു പണിഷ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് സമ്മാനം എന്ന് കാണണ്ടേ? അപ്പോൾ ചാലഞ്ച് ജയിക്കുന്നവർക്ക് അതെ ഈ ഫുൾ ഡപ്പ ചോക്കോപ്പായും ക്യാഷ് പ്രൈസുമാണ് കേട്ടോ ലഭിക്കുന്നത്. അതേ സ്ഥാനത്ത് തോൽക്കുന്നവർക്ക് നല്ലൊരു പണിഷ്മെൻറ്റ് തന്നെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാണണം. അപ്പോൾ നമുക്ക് ചാലഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ഒന്ന് ചെയ്യണം. അപ്പോൾ ചാലഞ്ചിലേക്ക് പോവാം. അപ്പം വെറുതെ ബ്രെഡ് കഴിച്ചാൽ അതെല്ലാവർക്കും ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2 കൈയും പുറകോട്ട് മാറ്റിയിട്ട് കൈ ഉപയോഗിക്കാതെ വേണം ബ്രെഡ് കഴിച്ചു തീർക്കാൻ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ചലഞ്ചിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ 3 പേരാണ്. അപ്പൊ ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ശരിയായിട്ടാ ഫസ്റ്റ് ബ്രെഡ് ആരാണോ ആദ്യം കഴിക്കുന്നത് അവര് വിജയ്. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. അങ്ങനെ പവനായി ശവമായി. ഞാൻ ജയിച്ചു ഗൈസ്, ഞാൻ ജയിച്ചു. ഇവർ 2 പേരും തോറ്റു സമ്മതിച്ചില്ലേ? അപ്പൊ ഞാൻ ജയിച്ചു ഗൈസ്, ഇവർ 2 പേരും തോറ്റു. അപ്പൊ ലാസ്റ്റ് കൊണ്ട് 2 ബ്രെഡ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ബ്രെഡ് കഴിച്ചു തീരുന്നവരാണ് വിജയ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ കഴിച്ചു തീർത്തിരിക്കുകയാണ്. ഇവർ 2 തോറ്റിരിക്കുകയാണ്. അപ്പൊ സമ്മാനം എനിക്കും പണിഷ്മെന്റ് ഇവർക്കുമാണ്. അപ്പൊ നിങ്ങൾ അതെന്താന്ന് കണ്ടോളൂ. അപ്പൊ ഇത് എനിക്കാണ് കേട്ടോ, നിങ്ങൾക്കല്ല. അപ്പൊ ഇവര് തോറ്റത് കൊണ്ട് തന്നെ ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനല്ലേ നിങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തു, അതേ പണിഷ്മെന്റ് നമുക്ക് കൊടുക്കാം. അച്ഛാ, അപ്പൊ ഞാന് ചെയ്യട്ടെ? കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ത് പറ്റി? ഒറ്റ കുഴപ്പമില്ല, പൊട്ടിച്ചോളൂ. പൊട്ടിക്കട്ടെ? അപ്പൊ ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് കേട്ടോ പൊട്ടിക്കണേ. ഇത് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നനഞ്ഞു കുളിച്ച് നിൽക്കണ അച്ഛന്റെ മേലെ നമുക്ക് കുറച്ച് ഫേഷ്യലും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അത്. അപ്പൊ നനഞ്ഞു കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുന്ന അപ്പനെ എന്ത് ചെയ്യാ എന്നാ കേട്ടോ, ഞാൻ മാത്രം ഇടണ്ട കേട്ടോ മേലെ കേട്ടോ ഗൈസ്. ഈശ്വരാ. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ആളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവനുള്ളത് കൊടുക്കാം. അപ്പൊ കുഞ്ഞു വായിക്ക, കുഞ്ഞും ബലൂണ് പൊട്ടിക്കട്ടെ. ഒരു കുറച്ച് അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അത് വരയ്ക്കാം. ബൈ ബൈ.